ഈ പതിറ്റാണ്ടിലെ ദിലീപിന്റെ ഏഴാമത്തെ തിരിച്ചുവരവ് എന്ന് ആരാധകർ അവകാശപ്പെടുന്ന ചിത്രമാണ് ഫ.ഫ.ബ. ഭക്തി, ഭയം, ഭക്തി, ബഹുമാനത്തിന്റെ ചുരുക്കെഴുത്താണ് ടൈറ്റിലോടെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിച്ചത്. ജയിലിലായതിനു ശേഷം ദിലീപിന്റെ സിനിമകളിൽ ലഭിച്ച സ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ടാകാം ഈ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളായ നോറിൻ ഷെരീഫും ഫഹീം സഫറും മറ്റൊരു ഐഡിയ പുറത്തെടുത്തത്. കേരളത്തിൽ ഏറ്റവും ഫാൻ ബേസുള്ള രണ്ട് നടന്മാരെ ഈ സിനിമയിൽ ഉപയോഗിച്ചാൽ അവരുടെ ആരാധകർ പ്രൊമോഷൻ ചെയ്തു എന്നുണ്ടാകും ചിന്തിച്ചിട്ടുണ്ടാകുക. പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം ദിലീപിനേക്കാൾ അണിയറ പ്രവർത്തകർ പ്രാധാന്യം വിജയ്ക്കും മോഹൻലാലിനും കൊടുത്തത് കണ്ടപ്പോൾ അത് ഏറെക്കുറെ ഉറപ്പായി. സിനിമയിലും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പടം തുടങ്ങുമ്പോൾ തന്നെ ദളപതി കോളനി എന്ന ബോർഡ് സംവിധായകൻ കാണിച്ചത്. വിജയെ ജീവന് തുല്യം ആരാധിക്കുന്ന കോളനിയിലെ കുട്ടികൾക്ക് വലിയ ബിൽഡപ്പാണ് നൽകുന്നത്. എന്നാൽ വിജയ് ഫാൻസായ പിള്ളേർ നട റോഡിൽ ഡാൻസ് കളിക്കുന്ന ചോദ്യം ചെയ്യുന്ന ആളുടെ കാർ കല്ലുകൊണ്ട് സ്ക്രാച്ച് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. വിജയ് ഫാൻസിനെ ഇങ്ങനെയൊക്കെയാണോ കരുതിയിരിക്കുന്നത് എന്ന് ഈ പടത്തിൽ ഒരാൾ ചേച്ചിനോട് ചോദിക്കണമെന്ന് തോന്നിപ്പോയി. ഇതേ പിള്ളേരുടെ ഡയലോഗ് ഡെലിവറിയും അങ്ങേയറ്റം അരോചകമായിരുന്നു. ദിലീപിന്റെ ഇൻട്രോയിൽ തന്നെ ഈ കഥാപാത്രം പഴത്തൊലി ചവിട്ടി വീഴുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരോട് അതൊക്കെ പണ്ട് എന്ന മാസ് ഡയലോഗ് അടിക്കുന്നതുമുണ്ട്. എന്നാൽ ഇതേ കഥാപാത്രം പിന്നീട് പഴഞ്ഞ തേഞ്ഞ സോ കോൾഡ് പേട്ടർ തമാശകൾ ആവർത്തിക്കുന്നു. ഒരു കാലത്തും മാറാൻ താല്പര്യമില്ലെന്ന് ആ സീനുകളോടെ മനസ്സിലാവുകയും ചെയ്തു. പുട്ടിന് പീര പോലെ ഇടയ്ക്ക് വിജയ് ഫാൻസിനെ സൂചിപ്പിക്കാൻ ഗില്ലിയിലെ അർജുൻ വില്ല് എന്ന പാട്ടും ആ കോളനി ജീപ്പും കാണിച്ച് ദിലീപിന്റെ കോമാളിത്തരങ്ങൾ മറയ്ക്കാൻ നോക്കുന്നുമുണ്ട്. വിജയ് ഫാൻസിനെ മാത്രം സൂചിപ്പിച്ചാൽ പണി ആകുമെന്ന് കരുതിയാകും മോഹൻലാലിനെ കൊണ്ട് അതിഥി വേഷം ചെയ്യിപ്പിച്ചത്. ഏഷ്യാനെറ്റിന്റെ ഓണം പ്രോഗ്രാമിനേക്കാൾ മോശം വികായിരുന്നു ഫ.ഫ.ബിയുടെ അണിയറപ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയത്. 4.5 പതിറ്റാണ്ട് കൊണ്ട് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ ഈ സിനിമയിൽ വിജയുടെ കടുത്ത ആരാധകനായിട്ടാണ് വേഷമിടുന്നത്. ആരാധകരെ കോരിത്തരിപ്പിക്കാൻ ഗംഭീര ഇൻട്രോ നൽകിയെങ്കിലും അവയിലൊന്നും കൊണ്ട് തന്നെ അയ്യേ എന്ന് പറയിപ്പിക്കാനും ക്ലൈമാക്സ് എൻട്രിയും പിന്നീട് ഡയലോഗ് ഡെലിവറിയും കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയെന്ന് പറയാം സത്യം. വിജയ്, മോഹൻലാൽ എന്നിവരെ ഫാൻസ് കൂട്ടി അതിലൂടെ ഹിറ്റടിക്കാനുള്ള ശ്രമമാണോ ഫ.ഫ.ബയെക്കുറിച്ച് പറയാനുള്ളൂ. ലോജിക്കൊന്നും നോക്കാതെ സ്പൂഫ് മോഡിൽ കഥ പറയുന്ന സിനിമ തമിഴിലും തെലുങ്കിലും ഹിറ്റായിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായ തമിഴ് ചിത്രം ഗുഡ് ബാഡ് അഗ്ലി ഇത്തരത്തിൽ ലോജിക് ആവശ്യമില്ലാത്ത സിനിമയാണ്. ആ സിനിമ തന്നെ ഹൈയും ആവേശവും ഫ.ഫ.ബ ഇല്ലെന്ന് സംശയമില്ലാതെ പറയാം. അജിത്ത് എന്ന താരത്തെ മാക്സിമം മാസായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലിയുടെ ലക്ഷ്യം. എന്നാൽ ഫ.ഫ.ബയുടെ കഥ നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാദൃശ്യമുള്ള ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്റെ മുഖത്ത് ചിരിയില്ലാതാക്കി തന്നെ ഭ്രാന്തനാക്കി നടത്തുന്നുള്ള പ്രതികാരമാണ്. രാമലീലയ്ക്ക് ശേഷം ഓരോ സിനിമയിലും അയ്യേ ഞാൻ നിരപരാധിയാണ്, എന്നെ പെടുത്തിയതാണ് എന്ന പലകുറി പറയുന്ന ചേട്ടൻ ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന് കരുതാതെ വയ്യ.